നമസ്കാരം. നമുക്ക് ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായിട്ട് ഇലയിൽ ചന്ദനവും പൂക്കളും ഒക്കെ ലഭിക്കാറുണ്ട്. എന്തിനാണ് ഈ ചന്ദനവും പൂക്കളും നമുക്ക് പ്രസാദമായി നൽകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലളിതമാണ്. കാരണം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം മാത്രമല്ല, പ്രപഞ്ചവും എല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ പ്രതീകം കൊണ്ട് തന്നെയാണ് ഈശ്വരനെ നമ്മൾ ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ഈശ്വര ആരാധനയിലെ ഒരു പ്രമുഖ സ്ഥാനം ഈ പഞ്ചഭൂതങ്ങൾക്കുണ്ട്. പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങൾ നമ്മൾ ദേവാരാധനയ്ക്ക് ഉപയോഗിക്കുന്നുമുണ്ട്. ഈ പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി. ഇതിൻ്റെയൊക്കെ പ്രതീകങ്ങൾ തന്നെയാണ് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. അഗ്നി നമ്മൾ ഉപയോഗിക്കുന്നു ഈശ്വരാരാധനയ്ക്ക്, ദീപാരാധനയ്ക്കും. പിന്നെ അഗ്നിയുടെ പ്രതീകമാണ് നെയ്യ് എന്ന് പറയുന്നത്. ജലം, ജലധാര, അഭിഷേകം, അല്ലെങ്കിൽ നമ്മൾ ലഭിക്കുന്ന തീർത്ഥം, ഇതൊക്കെ ജലത്തിന് പ്രാധാന്യമുണ്ട്. വായുവിൻ്റെ പ്രതീകമാണ് ഉയർന്നു പൊങ്ങുന്ന പുക, ധൂപം എന്ന് പറയും. ചന്ദനത്തിരി കത്തിക്കുമ്പോഴോ മറ്റ് ഗന്ധങ്ങളൊക്കെ പുകയ്ക്കുമ്പോഴോ ഉയരുന്ന പുകയാണ് വായുവിൻ്റെ പ്രതീകം. പിന്നെ ഉള്ളത് ഭൂമിയും ആകാശവുമാണ്. ആകാശത്തിൻ്റെ പ്രതീകങ്ങളാണ്, അല്ലെങ്കിൽ പ്രതീകമാണ് പൂക്കൾ എന്ന് പറയുന്നത്. പൂവ് ആരാധനയിൽ ആകാശത്തിൻ്റെ പ്രതീകമാണ്. ഗന്ധം, ചന്ദനം എന്ന് പറയുന്നത് ആരാധനയിൽ ഭൂമിയുടെ പ്രതീകമാണ്. അപ്പോൾ നമുക്ക് ചന്ദനവും പൂക്കളുമാണ് നൽകുന്നത്. ഭൂമിയുടെ പ്രതീകമായ ചന്ദനവും ആകാശത്തിൻ്റെ പ്രതീകമായ പൂക്കളും ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് നൽകുകയാണ്. ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി മാത്രമല്ല, ഭൂമിയിലെ സകല ഈശ്വരന്മാരും ആകാശത്തിലെ അദൃശ്യ ശക്തികളുമൊക്കെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു അനുഗ്രഹമാണ് പ്രസാദമായിട്ട് ലഭിക്കുന്നത്. ഇതിനൊരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ലളിതമായ ഒരു വ്യാഖ്യാനമാണ് ഞാനീ പറഞ്ഞത്. ഭൂമിയിൽ സ്വസ്ഥമായി സമാധാനമായി നമുക്ക് ജീവിക്കാൻ ആകാശത്തിൽ അതീന്ദ്രമായ ആ ചൈതന്യം, ഓങ്കാരമെന്നോ പരബ്രഹ്മമെന്നോ ഒക്കെ നമ്മൾ പറയുന്ന ആ ചൈതന്യത്തിൻ്റെ ഒക്കെ അനുഗ്രഹം നമ്മുടെ കൈക്കുമ്പിളിൽ ലഭിക്കുകയാണ്. ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി, അർത്ഥം കൂടി ഈ ചന്ദനത്തിനും പൂക്കൾക്കുമുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിലേക്ക് വന്നത്. നമസ്കാരം.